എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. സാധാരണ നമ്മൾ മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്ന പോലെ തന്നെ, പക്ഷേ സ്പെഷ്യലായിട്ട് നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിൽ എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആകും. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മിൽക്ക് ഷേക്കാണ്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചിക്വിറ്റ പഴമാണ്, അതായത് മോറിസ് പഴം. മിൽക്ക് ഷേക്ക് തയ്യാറാക്കുമ്പോൾ എപ്പോഴും മോറിസ് പഴമാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. അപ്പോൾ തൊലി കളഞ്ഞതിന് ശേഷം വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു മിൽക്ക് ഷേക്ക് സ്പെഷ്യലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പീനട്ട് ബട്ടറാണ്. പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞ് നമുക്ക് കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് കപ്പലണ്ടി വെച്ചിട്ട് ബട്ടറും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നൊരു ബട്ടറാണ്. നല്ല ടേസ്റ്റിയാണ്. അഥവാ നിങ്ങളുടെ കയ്യിൽ പീനട്ട് ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് വേണ്ടി പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ കറുത്ത മുന്തിരിങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തിളപ്പിച്ച ആറിയ പാലാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിന് മുൻപായിട്ട് നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം എന്ന് പറഞ്ഞാൽ പാൽപ്പാടയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ നമ്മളിപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, നല്ല ഫില്ലിങ്ങും ആണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടമാകും. നിങ്ങൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മളിവിടെ കപ്പലണ്ടി ചേർത്ത് കൊടുത്ത കാരണമാണ് നമ്മൾ ചേർക്കാത്തത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഷേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതിന് മുൻപായിട്ട് നമ്മൾ ഇതിന് മുൻപിട്ട വൈനും കേക്കും ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം. പുതിയ ക്രിസ്മസ് റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്